അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തിനായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരിപാടി ഇതാ തുടങ്ങുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ എല്ലാം കണ്ണ് തൂവെള്ള വേഷമണിഞ്ഞെത്തിയിരിക്കുന്ന ആ സുമുഖനായ വ്യക്തിയിലേക്കാണ്. അത് മറ്റാരുമല്ല, കേരളത്തിന്റെ സ്വന്തം മമ്മൂക്കയാണ്. മമ്മൂട്ടി മാസങ്ങൾക്ക് ശേഷം പൊതുവേദിയിൽ എത്തിയിരിക്കുകയാണ്. അസുഖത്തിനായി അദ്ദേഹത്തിന് ഒരു ചെറിയ ഇടവേള നമ്മളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. അതിനുശേഷം പേട്രിയറ്റിന്റെ ലൊക്കേഷനിലാണ് മമ്മൂട്ടിയെ പിന്നീട് നമ്മൾ കാണുന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ വേദിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹവുമായി മന്ത്രിമാരും അതോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് എംപിയും ഒക്കെ സംസാരിക്കുകയാണ്. വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്നത് നടൻ മമ്മൂട്ടിയാണ്. മോഹൻലാലും കമൽഹാസനും പരിപാടിയിൽ എത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇരുവരും തങ്ങളുടെ അസൗകര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. മമ്മൂട്ടി വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. വിശിഷ്ടാതിഥിയായി അതിദാരിദ്ര്യമുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നടൻ മമ്മൂട്ടിയാണ്. വിശിഷ്ടാതിഥിയായി അദ്ദേഹം ഇപ്പോൾ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് CPIM നേതാക്കളെ അടക്കം എല്ലാവരെയും സദസ്സിലും കാണാം. വലിയ ഒരു സദസ്സും അതുപോലെ തന്നെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ MP-മാരും മറ്റ് MLA-മാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ വേദിയിലാണ്. മമ്മൂട്ടിയിലേക്കാണ് പക്ഷേ നമ്മുടെ എല്ലാവരുടെയും കണ്ണു പോവുക എന്ന് മാത്രം. അദ്ദേഹം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പൊതുപരിപാടിയിൽ മമ്മൂട്ടി പങ്കെടുക്കുന്നത്. അങ്ങനെ ആ പരിപാടി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു അഭിമാന നിമിഷം കൂടിയാണ് എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. വിശിഷ്ടാതിഥിയായി മമ്മൂട്ടി എത്തിയിരിക്കുന്നു. മമ്മൂട്ടിയെ കാണാൻ ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തിയിരിക്കുന്നു. മമ്മൂട്ടിയെ അഭിവാദ്യം ചെയ്യുന്നു. ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തെ വീണ്ടും കാണുന്നതിന്റെ സന്തോഷം, ആ ഒരു പുഞ്ചിരി എല്ലാവരുടെയും മുഖത്തുണ്ട്. അവിടെ സദസ്സിലിരിക്കുകയാണ് MA ബേബിയെ നോക്കിയാണെന്ന് തോന്നുന്നു മമ്മൂട്ടി കൈവീശി കാണിച്ചത്. നമ്മുടെ സുനിഷയുമുണ്ട്. സുനിഷ എല്ലൂരിന് എപ്പോഴും പുഞ്ചിരിയുണ്ട്. എന്നാൽ ഇന്നത്തെ ആ പുഞ്ചിരിക്ക് അല്പം കൂടി തിളക്കം കൂടിയില്ലേ മമ്മൂട്ടിയെ ഒരു പൊതുവേദിയിൽ 8 മാസങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ? ഉറപ്പായിട്ട് സുജി, അതിൽ പറയാനൊന്നുമില്ല. നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴും ഭയങ്കര ചിരിയോടുകൂടി മമ്മൂട്ടി തലസ്ഥാനത്തേക്ക് എത്തി. ഇത് അല്പസമയം മുമ്പ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിന്റെ ഈ വേദിയിലേക്കും മമ്മൂട്ടി എത്തി എന്നുള്ളതാണ്. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും. മമ്മൂട്ടി ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി കയറി വരുന്ന സമയത്ത് തന്നെ വളരെ ചിരിയോടുകൂടി പ്രസന്ന വദനായാണ് ഇവിടേക്ക് കയറി വന്നത്. പിന്നാലെ തന്നെ കൈവീശി ഈ സെൻട്രൽ സ്റ്റേഡിയം ഒന്നാകെ ഒരു ആൾക്കൂട്ടം, വലിയൊരു ആൾക്കൂട്ടം തന്നെയുണ്ട്. ഒന്നാമതായി മമ്മൂട്ടി കാണാനായി നിരവധി പേർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി എല്ലാവരെയും നോക്കി കൈ വീശിക്കൊണ്ടാണ് വേദിയിലേക്ക് കയറിയതും. ഇതാ ഇപ്പോൾ AN ഷംസീറിന് തൊട്ടടുത്തായി മമ്മൂട്ടി ഇരുന്നിട്ട് കാണാം. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി കൂടി തൊട്ടടുത്ത കസേരയിലേക്ക് എത്തും. അതിനുശേഷം ആ പരിപാടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കമൽഹാസനും മോഹൻലാലും എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു. പിന്നാലെ തന്നെ ഏതായാലും മമ്മൂട്ടി എത്തിയിരിക്കുന്നു. അതിൻ്റെ സന്തോഷം ആളുകളുടെ മുഖത്തും കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഒന്ന്, അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനമായുള്ള വലിയൊരു ചടങ്ങ് ഇവിടെ നടക്കുന്നു. ആ വേദിയിലേക്ക് മമ്മൂട്ടി എത്തുന്നു. അതിൻ്റെ എല്ലാ ചടങ്ങുകളും ഒരുപക്ഷെ ഒരു 8 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് മമ്മൂട്ടി എത്തുമ്പോൾ തന്നെ കണ്ടൊരു സന്തോഷം, ആ ഒരു മാസ് എൻട്രി തന്നെ വലിയൊരു സന്തോഷം മലയാളത്തിലെ ഓരോ ആളുകളെ സംബന്ധിച്ചുള്ള, കേരളത്തിലെ ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെ ഒരു പൊതുപരിപാടിയിലേക്ക് മമ്മൂട്ടി എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനം ഈ ചടങ്ങിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മമ്മൂട്ടി നേരത്തെ എത്തിയിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി എത്തേണ്ട ഒരു സമയം കൂടിയാണുള്ളത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഈ സമ്മേളന പരിപാടികൾ ആരംഭിക്കും. സുജയ, ാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും വേദിയിലേക്ക് എത്തിച്ചേരും. മുഖ്യമന്ത്രി കൂടി എത്തിക്കഴിഞ്ഞാൽ പരിപാടി തുടങ്ങുകയായി. ഏതായാലും മമ്മൂട്ടി വേദിയിലേക്ക് വന്നപ്പോൾ അത് അത്രയും ആവേശത്തോടു കൂടിയാണ് അവിടെ ആ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാവരും സ്വീകരിച്ചത്. എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷ ചിരി വിടർത്താൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേരളം കാത്തിരിക്കുന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിലേക്ക് നമുക്ക് എത്താം.